നല്ല ഭംഗിയുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വിൻഡോയുടെ മെറ്റീരിയൽ സ്റ്റീൽ വിൻഡോസ് ആണ്. ലൂവർ ടൈപ്പിൽ വരുന്ന ഡോർ ഡിസൈൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡബിൾ ഡോർ ആണ്, ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും വരുന്നുണ്ട്. നമ്മൾ സെയിം ഡിസൈനിൽ മരത്തിൽ ഒരു ഡോറ് പണിയിപ്പിക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ പുറത്ത് നമുക്ക് മെറ്റീരിയൽ പ്ലസ് ലേബർ എക്സ്പെൻസ് വരുമ്പോൾ ഇതേപോലത്തെ സ്റ്റീൽ ഡോറുകൾക്ക് ഇതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. വുഡൻ ടെക്സ്ചറിൽ വരുന്ന ഒരു സ്റ്റീൽ ഡോർ ആണ് റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ലൂവറുകൾ നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ കോഴിക്കോട് ഷോറൂമിലാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ഈ ഡോർ ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആവും, ഇതിനെന്ത് പ്രൈസ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഹവായിൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. 240 വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡോറാണ്. ഇതിന്റെ ഫ്രെയിം നോക്കുക, ഇതേപോലെ ഫോൾഡബിൾ ആയിട്ടാണ്. നേരത്തെ നമ്മൾ വേറെ മോഡലുകളൊക്കെ ഈ ഒരു ലക്ഷറി സെഗ്മെന്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൊടുവള്ളിക്കാരായിട്ടുള്ള ആർക്കിടെക്റ്റുകളാണ് ഈ വീടിൻ്റെ ഡിസൈനും നിർമ്മാണവും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു നില മാത്രമുള്ള എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഓപ്പൺ സ്റ്റൈലിൽ പണിതിരിക്കുന്ന മനോഹരമായിട്ടുള്ള വീടാണിത്. ഈ വീടിൻ്റെ ഫുൾ ഹോം ടൂർ വീഡിയോ ഉടനെ തന്നെ മൈ ബെറ്റർ ഹോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണിത്. ഇവിടുത്തെ ഡോറുകളും വിൻഡോസുകളും ഒക്കെ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറിൽ വരുന്ന ഒരു വിൻഡോ നൽകിയിരിക്കുന്നു. ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഡോറുമാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വിൻഡോയുടെ മെറ്റീരിയൽ സ്റ്റീൽ വിൻഡോസ് ആണിത്. ഹവായി സ്റ്റോറാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിൻഡോസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്ന വൈറ്റ് ഫിനിഷിൽ വരുന്ന സ്റ്റീൽ വിൻഡോസ് ആണിത്. പൗഡർ കോട്ടഡ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നൽകുന്ന എപ്പോക്സി പ്രൈമർ അടിച്ച് അതിൽ നൽകുന്ന ഇനോമൽ കോട്ടിങ്ങിനേക്കാളും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കോട്ടിങ്ങും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പൗഡർ കോട്ട് വിൻഡോസിൻ്റെ പ്രത്യേകത. ടഫൻ ഗ്ലാസ് നൽകിയതുകൊണ്ട് തന്നെ ഗ്ലാസുകൾക്കൊക്കെ നല്ല ടഫൻനെസ് ആയിരിക്കും. ഗ്രില്ലുകൾ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡോർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗ്രേ ഫിനിഷിൽ വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഡോറാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഡോറാട്ടോ. ഒരു നോർമൽ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആവാത്തൊരു ഡോർ കൂടിയാണ്. മാത്രമല്ല കസ്റ്റമൈസ്ഡ് ഡോറുകൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സാധാരണ ഡോറുകൾ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കസ്റ്റമൈസ്ഡ് ഡോറുകൾ അത് പണിയാനുള്ള ഒരു കാലതാമസം, ഒരു വെയിറ്റിംഗ് പീരീഡ് കൂടെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ശരിക്ക് നമ്മൾ സ്റ്റീൽ ഡോറുകൾക്കൊക്കെ കാണുന്നത് പോലെ 13 ടൈപ്പ് ലോക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമും ഇന്നർ ഫ്രെയിമും എല്ലാം അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം അലുമിനിയം കവറിങ്സ് ആണ് വരുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ക്യൂട്ടായ രീതിയിൽ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഫീൽ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വീട്ടിലത്തെ എല്ലാ ഡോറുകളും കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റൂം ഡോർസ് വരുന്നത്. നല്ല ഭംഗിയുള്ള സെയിം ഫിനിഷിൽ ഫ്രണ്ട് ഡോറിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് റൂം ഡോർസും ചെയ്തു തരാൻ ഹവായി സ്റ്റോറിന് സാധിക്കും. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹമാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെയുള്ള പെർമിഷൻ തന്നത്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ എല്ലാ വിശേഷങ്ങളും കാണാം. ഡോറുകളൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് വേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ടൈപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി സ്റ്റീൽ ഡോസ് ആയിരുന്നു നോക്കിയിരുന്നത് ബിഗിനിങ്ങിൽ. പിന്നെ ബ്രദറിന് കുറച്ച് വെറൈറ്റി വേണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചൈനയിൽ തന്നെ ഈ ഹവായി സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അലുമിനിയം ഡോസ് ആണ് യൂസ് ചെയ്തത്. നല്ല ശരിക്കും അത് അലുമിനിയം മെറ്റീരിയൽ ആണ് ഡോർ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം സ്റ്റീലല്ലേ? വിൻഡോസ് സ്റ്റീലാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇതന്നെ സ്റ്റീലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് റൂം ഡോർ ചെയ്യുക, കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രണ്ട് ഡോർ ചെയ്യുക, അങ്ങനെ വരുമ്പോൾ സമയം ഒരു പ്രശ്നമല്ലേ? നേരത്തെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണ്ടേ? അതെ അതെ, ഈ ഡോസ് ഒക്കെ ഒരു 2 month ആ റേഞ്ചിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ടൈം ടേക്കിംഗ്. അപ്പോൾ നമ്മൾ അത് നേരത്തെ കണ്ടിട്ട് നമ്മളത് പ്ലാൻ ചെയ്യണം. നമ്മൾ ആർക്കിടെക്റ്റുമായിട്ട് അത് പ്ലാൻ ചെയ്യണം അല്ലേ? എന്തായാലും താങ്ക് യു, ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. സ്റ്റീൽ ഡോറുകൾ വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നോർമലായിട്ട് നമ്മൾ വുഡൻ ഡോർ
ഡോറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസോ വെക്കുന്നതിന് പകരം സ്റ്റീൽ ഡോർ വെക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നോക്കാം. ഒന്നാമത്തത്, സ്റ്റീൽ ഡോറുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മളുടെ വീടിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് സ്റ്റീൽ ഡോറുകൾ 100% വിശ്വസിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, സ്റ്റീൽ ഡോറുകളുടെ ലോക്കിംഗ് സിസ്റ്റം. നോർമൽ നമ്മളുടെ ടവർ ബോൾട്ടിനൊക്കെ പകരം ഇതിനകത്ത് 13 ലോക്കുകൾ വരുന്ന തരത്തിൽ നല്ലൊരു ലോക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡോറാണ് സ്റ്റീൽ ഡോർ. മൂന്നാമത്തെ ഒരു വിഷയം, കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ വുഡൻ ഡോറുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ക്ലൈമറ്റിക് ചേഞ്ചസ് ഒന്നും തന്നെ ബാധിക്കാത്ത ഒരു ഡോറ് കൂടെയാണ് സ്റ്റീൽ ഡോറുകൾ. നാലാമത്തതും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മരത്തിൽ, തേക്ക് മരത്തിലോ അതേപോലെയുള്ള നല്ല മരങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ കാർപ്പൻട്രി വർക്ക് ചെയ്ത് അതിൽ ഡിസൈൻസുകൾ അപ്ലൈ ചെയ്ത് നമ്മളൊരു ഫ്രണ്ട് ഡോറ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ പകുതി കോസ്റ്റിൽ നമുക്ക് കിഡിലൻ ഡിസൈനുകളുള്ള സ്റ്റീൽ ഡോറുകൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒത്തിരി ആളുകൾ ഇപ്പം സ്റ്റീൽ ഡോർ പർച്ചേസ് ചെയ്യുന്നതും ഈ ഒരു എക്കണോമിക്കൽ ഫീച്ചർ മുൻനിർത്തിയിട്ട് തന്നെയാണ്. പിന്നെ വേറൊരു വിഷയമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈം, വെയിറ്റിംഗ് പീരീഡ്. ഇപ്പോൾ ഒരു നോർമൽ നമ്മുടെ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആവുന്ന ഒരു ഡോർ ആണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ എന്നുള്ള നിലക്കാണ് സ്റ്റീൽ ഡോറുകൾ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ബെഡ്റൂമുകൾക്കും ഫ്രണ്ട് ഡോറുകൾക്കുമാണ് നമ്മൾ സ്റ്റീൽ ഡോറുകൾ യൂസ് ചെയ്യാറുള്ളത്. ബാത്റൂം ഡോറുകൾക്ക് നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള ഡോറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം ഡോറുകളെ FRP ഡോറുകൾ എന്നാണ് പറയുക. ഇത് ഹവായി സ്റ്റോർ പുറത്തിറക്കിയിട്ടുള്ള ഒരു FRP ഡോർ ഡിസൈനാണ്. നല്ല മോഡേൺ ലുക്കാണ് വരുന്നത്. ഈ ഭാഗത്ത് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നു, ഇവിടെ ഒരു വുഡൻ ഷെയ്ഡ് വരുന്നു, ഗ്രൂസ് ബ്ലാക്ക് കളറിൽ വരുന്നു. FRP ഡോറുകളുടെ പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു തിക്നെസ്, ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ആ ഒരു പ്രത്യേകത മാത്രമല്ല, ഇതിൻ്റെ ഫ്രെയിം നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡോറ് മേടിക്കുന്ന സമയത്ത് തന്നെ ഇത് ഫിക്സ് ചെയ്ത് തരുന്ന ആളുകൾ, അതായത് ഈ ഡോറിൻ്റെ സർവീസ് ചെയ്തു തരുന്ന ആളുകൾ ഇതിൻ്റെ ഫ്രെയിമും കൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് തരും. ഫ്രെയിമും അവർ തന്നെ കൊണ്ടുവരും. സോ ഫ്രെയിമും നമ്മൾ ചെയ്യേണ്ട, ഡോറും നമ്മൾ ചെയ്യേണ്ട, ആ ഒരു ഡോറിൻ്റെ സ്പേസ് മാത്രം നമ്മൾ വേക്കൻ്റ് ആക്കി വെച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും FRP ഡോറുകൾ തന്നെ ബാത്റൂം ഡോറിൽ യൂസ് ചെയ്യുന്നത്. നോർമൽ PVC ഡോറിനേക്കാളും അല്പം കോസ്റ്റ് കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള FRP ഡോറുകൾക്ക്. കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ശരിക്കൊന്ന് മനസ്സിലാക്കാം. ഇവരുടെ റിലേറ്റീവിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയും വെച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറുകളാണ്. നമുക്ക് നോർമൽ ഹവായി സ്റ്റോറിൽ പോകുന്ന സമയത്ത് അവൈലബിൾ ആവുന്ന റെഡി സ്റ്റോക്ക് ഡോറുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ഡോറ് നമ്മുടെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ഫീൽ എന്താണെന്നുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇത് ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ്. 2 വീട് ഇപ്പുറത്താണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെയും സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്, സ്റ്റീൽ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫിനിഷിൽ തന്നെയാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് വൈറ്റ് കളറിൽ വിൻഡോ കൊടുത്താൽ ഭംഗി ഉണ്ടാവുമോ എന്ന് ഡൗട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് നമുക്ക് റെഫറൻസ് ആയിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഒരു പേസ്റ്റൽ ഗ്രേ തീമിലാണ് ഇവിടെ വാള് ചെയ്തിരിക്കുന്നത്. അതിൽ വൈറ്റ് കളറിൽ വിൻഡോ കൊടുത്തു, ക്ലിയർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഡോറിലേക്ക് വരികയാണെങ്കിൽ ഹവായി സ്റ്റോറിൻ്റെ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൂവർ ടൈപ്പിൽ വരുന്ന ഡോർ ഡിസൈൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡബിൾ ഡോറാണ്, ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും വരുന്നുണ്ട്. ഫുൾ ഫ്രെയിം ആയിട്ട് വരുന്ന ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 14 ലോക്കുകളാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ചൈൽഡ് ലോക്ക്. ഇതേപോലത്തെ 14 ഭാഗങ്ങളിൽ നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ട് വരുന്നുണ്ട്. സോ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ സ്റ്റീൽ ഡോർ തന്നെയാണ്. സ്ട്രെങ്ത്ത് മാത്രമല്ല, നമ്മൾ സെയിം ഡിസൈനിൽ മരത്തിൽ ഒരു ഡോറ് പണിയിപ്പിക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ പുറത്ത് നമുക്ക് മെറ്റീരിയൽ പ്ലസ് ലേബർ എക്സ്പെൻസ് വരുമ്പോൾ ഇതേപോലത്തെ സ്റ്റീൽ ഡോറുകൾക്ക് ഇതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് സ്റ്റീൽ ഡോറുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഡോറുകൾക്ക് മാത്രമല്ല, ബെഡ്റൂം ഡോറുകൾക്കും ഇപ്പോൾ സ്റ്റീൽ ഡോറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ സ്ട്രെങ്ത്തിനേക്കാളും ഉപരി നല്ലൊരു സൗണ്ട് ഇൻസുലേഷൻ നൽകുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ ഡോറുകൾ. നമ്മൾ സ്റ്റീൽ ഡോർ റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി ശബ്ദം പോലും പുറത്തോട്ട് വരില്ല എന്നുള്ളത് സ്റ്റീൽ ഡോറുകളുടെ പ്രത്യേകതയാണ്. ഈ വീട്ടിലെ എല്ലാ റൂമുകളും സ്റ്റീൽ ഡോറുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആംബിയൻസ് ഞാൻ കാണിച്ചു. ഇത് ഈ വീട്ടിൽ നൽകിയിരിക്കുന്ന ബെഡ്റൂം ഡോർ ഡിസൈൻ ആണ്. സ്റ്റീൽ ഡോർ ആണ്, പക്ഷെ കാണുമ്പോൾ കറക്റ്റ് ആ മരത്തിൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ വുഡൻ ടെക്സ്ചറിൽ വരുന്ന ഒരു സ്റ്റീൽ ഡോർ ആണ് റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ലൂവറുകൾ നൽകിയിരിക്കുന്നു. ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഫ്രെയിം ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ലോക്ക് സിസ്റ്റമാണ് ഇതിന് നൽകിയിരിക്കുന്നത്.
റൂമുകളുടെ ഒക്കെ ടോയ്ലറ്റുകൾക്ക് നൽകിയിരിക്കുന്നത് FRP ഡോറുകളാണ്. നമ്മൾ ഫ്രണ്ട് ഡോറിൽ കണ്ടിരിക്കുന്ന ഡോർ ഡിസൈനിൻ്റെ സെയിം പാറ്റേണിൽ നമുക്ക് FRP ഡോറും അവൈലബിൾ ആവും. ഇതും ഹവായി സ്റ്റോറിൽ നമുക്ക് FRP ഡോർ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആവുന്ന FRP ഡോറുകളാണിത്. നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ നമുക്ക് എല്ലാ ഡോറുകളും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനിയിപ്പം ബെഡ്റൂം ഡോറുകൾക്ക് വേറെയും ഡോറുകൾ വേണമെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഹവായി സ്റ്റോറിൻ്റെ ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ ലുലു മാൾ ഓപ്പൺ ആവുന്നതിൻ്റെ തൊട്ടടുത്ത് മാങ്കാവിൽ തന്നെ ഒരു ഹവായി സ്റ്റോർ അവൈലബിൾ ആണ്. അവിടെ ഒരുപാട് പുതിയ മോഡലുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഡോർ ഡിസൈൻസും കൃത്യമായിട്ട് അതിൻ്റെ റേറ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. കോഴിക്കോട് ഇവരുടെ സ്റ്റോർ വരുന്നത് മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലുലു മാളിൻ്റെയും മിംസ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ നിൽക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഇവരുടെ ഔട്ട്ലെറ്റുകളോ അല്ലെങ്കിൽ ഡെലിവറി നെറ്റ്വർക്കുകളോ അവൈലബിൾ ആണ്. കോഴിക്കോട് ഷോറൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആവുന്നത്. ഇതേപോലെയുള്ള സ്റ്റീൽ ഡോറുകൾ, അതിൽ തന്നെ 2 ബ്രാൻഡുകൾ അവർ ചെയ്യുന്നുണ്ട്. ഹവായി സ്റ്റീൽ ഡോറുകളും മറ്റൊന്ന് സ്റ്റാർക്ക് സ്റ്റീൽ ഡോർ എന്ന് വെച്ചിട്ട് 2 ബ്രാൻഡിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബാത്റൂം ഡോറും ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന FRP ഡോറുകൾ അവർ ചെയ്യുന്നുണ്ട്. അത് ഹവായി FRP ഡോർ എന്നുള്ള പേരിലാണ് ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള വിൻഡോസ്, അത് ഹവായി സ്റ്റീൽ ഡോർ എന്നുള്ള പേരിലാണ് നമുക്ക് ഈ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആവുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വീട്ടിൽ കണ്ടിരുന്നൊരു മോഡൽ ഈ ഒരു മോഡലായിരുന്നു. ഈ ഒരു മോഡൽ പക്ഷേ അന്ന് ഈ ഹാൻഡിലൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഇവിടെ പക്ഷേ ഹാൻഡിൽ വരുന്നൊരു വേരിയൻ്റാണ് നൽകിയിരിക്കുന്നത്. ഫുൾ ഫ്രെയിം ആയിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇതിൻ്റെ മോഡൽ നെയിം ഒക്കെ നമുക്ക് ഇവിടുത്തെ സെയിൽസിൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. ഹായ്, നിങ്ങളുടെ പേര് ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് ഷിഹാദ്. ഞാൻ ഹവായി സ്റ്റോറിൽ ടെറിട്ടറി സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് കേരളയിൽ. നോർത്ത് കേരളയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കോഴിക്കോട്, കണ്ണൂർ റീജിയനിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ കോഴിക്കോട് ഷോറൂമിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓമശ്ശേരിയുള്ള ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിരിക്കുന്നത് സെയിം രീതിയിലുള്ള ഡോറാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഡോറ് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആവും, ഇതിനെന്ത് പ്രൈസ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ബാക്കിയുള്ള മോഡൽസ് ഒക്കെ ഒന്ന് കാണിക്കുകയും വേണം. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ. ഇത് നമുക്ക് HD 77 എന്നുള്ളൊരു മോഡലാണ് വരുന്നത്. HD 77 നമുക്ക് ഹവായി, നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഹവായി സ്റ്റാർക്ക് എന്നുള്ള 2 സെഗ്മെന്റ് ആയിട്ടാണ്, 2 ബ്രാൻഡുകളായിട്ട് നമുക്ക് വരുന്നത്. അതിൽ ഹവായിൽ വരുന്ന ഒരു മോഡലാണ് ഇത്. HD 77 എന്നുള്ള മോഡൽ. 77 ഇതേപോലെ വെർട്ടിക്കൽ ഗ്രൂസ് ആണ് വരാൻ തോന്നുന്നു അല്ലേ? ഹൊറിസോണ്ടൽ ഗ്രൂസ് ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്? ഇത് നമുക്ക് 90 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ ഈ ഒരു ഡോർ നമുക്ക് അവൈലബിൾ ആണ്. അതായത് റൂം ഡോറിന്റെ സൈസ് മുതൽ അവൈലബിൾ ആണ്. ഔട്ടർ ഡോറിന്റെ സൈസും റൂം ഡോറിന്റെ സൈസും മുതൽ അതുപോലെ വലിയൊരു 180 സെന്റിമീറ്റർ എടുത്തു വരുന്ന ഡോർ വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ വരും. അതെ, ഓക്കെ. ഇത് സിംഗിൾ ഡോർ ആയിട്ടല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഡബിൾ ഡോർ ആയിട്ട് വരുമോ? ഇത് 108 സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് ഇത് സിംഗിൾ ഡോർ. 108 സെന്റിമീറ്റർ വരെ ഇത് സിംഗിൾ ഡോറിലാണ് വരുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ മോഡലിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 108 ആണ് വരുന്നത്. നമുക്കൊരു 110 സെന്റിമീറ്റർ സ്പേസ് വരുന്ന ഏരിയയിലേക്ക് ഇത് സ്യൂട്ടബിൾ ആണ്. അതെ, ഓക്കെ. അപ്പോൾ ഇതിന്റെ തന്നെ 120 ഉണ്ടോ? ഇതിന്റെ 120 ഉണ്ട്. മദർ പോർഷനിൽ വരുന്ന 120 ഡോർ ഉണ്ട്. അത് ഡബിൾ ഡോർ ആയിട്ടാണ്. ഡബിൾ ഡോർ ആയിട്ട് വരുന്നത്. അതിന്റെ മുകളിലേക്കുള്ള എല്ലാ ഡോറും ഡബിൾ ഡോർ ആയിട്ടാണ്. ഡബിൾ ഡോർ ആയിട്ട് വിൻഡോസ് അടക്കം അഥവാ ടഫൻ വിൻഡോസ് അടക്കം വരുന്ന ഡോറുകൾ ഇത് ഈ മോഡലിൽ അവൈലബിൾ ആണ്. ഈ സെഗ്മെന്റിൽ തന്നെ ഉണ്ട്. യെസ്, ഇതിനൊരു പുൾ ഹാൻഡിൽസ് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ലോക്ക് വരുന്നതാ, ഇങ്ങനെയാണ് ലോക്ക് വരുന്നത്. ഇതേപോലെ ഇവിടെ ഇതേപോലെ ഈ ഒരു പോർഷൻ നമ്മൾ എന്താ പറയാ, ഒരു നോബ് കൂടെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരിക. ബ്ലാക്കിൽ ഈ ഇംബിൾട്ട് ആയിട്ട് ബ്ലാക്കിലാണ് നമുക്ക് ഇത് വരുന്നത്. അതുപോലെ നമുക്ക് സിൽവറിലും ചില സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സിൽവറിലും ബ്ലാക്കിലും വരും. ഇതിന് കളർ ചേഞ്ച് വരുമോ? അതിന് നോർമലി ബാർ ഹാൻഡിൽ എല്ലാവരും സിൽവറിൽ തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, കളർ കോട്ടിംഗ് തന്നെയാണ് ചെയ്തു വരുന്നത്. ഇതിൽ തന്നെയാണ് അത് വരിക. നമുക്ക് ബ്ലാക്കിലും അവൈലബിൾ ആകുന്നുണ്ട് ചില മോഡലുകൾക്ക്. യെസ്, അടിയിൽ അടിപ്പലക വരുന്നുണ്ട്. അതും പൗഡർ കോട്ടഡ് ആയിട്ട് സെയിം മരത്തിന്റെ ഫിനിഷിലാണ് ഇത് അവൈലബിൾ ആവുക. നമ്മൾ സ്റ്റീൽ ഡോർ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫ്രെയിം സെപ്പറേറ്റ് വെക്കേണ്ടതില്ല, ഡോറ് വെക്കേണ്ട. ഇതിന്റെ ഇതേപോലെ IPs ഉണ്ടാവും, ഇതേപോലെ ഹാൻഡിൽ, ലോക്ക്, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം ഇൻക്ലൂഡഡ് ആയിട്ടല്ലേ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ലാസ്റ്റ് ഒരു പ്ലാസ്റ്ററിംഗിന് ശേഷം ജസ്റ്റ് ബിഫോർ ടൈലിംഗ് അല്ലെങ്കിൽ ടൈലിംഗിന് ശേഷമായിട്ട് നമ്മൾ പറയുന്ന ഒരു മെഷർമെന്റ് അവിടെ ബാക്കി വെച്ചാൽ മാത്രം മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റീൽ ഡോർ വെക്കാൻ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തേപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കട്ടില വെക്കേണ്ടത്. തേപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡോർ വെക്കേണ്ടത്. നിങ്ങൾ വീടിന്റെ തുടക്കത്തിലെ പണിയുടെ സമയത്തെ കട്ടില വെക്കേണ്ട കാര്യമില്ല. കട്ടില വെക്കുന്നതിന് പകരം അവിടെ ഡോറിന്റെ വീതി എന്ത് ചെയ്താൽ മതി, അവിടെ മാറ്റി വെച്ചാൽ മാത്രം മതി അല്ലേ? ഹവായി സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കൺസേൺ സെയിൽസ്മാന്റെ നിർദ്ദേശപ്രകാരം മാറ്റി വെച്ചാൽ മാത്രം മതി. നമ്മളിപ്പം സ്റ്റീൽ ഡോർ വേണോ തീരുമാനിക്കണമെങ്കിൽ ഇതിന്റെ പ്രൈസും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന ഡോറിന്
ഇതിന്റെ ഫ്രെയിമും ലോക്കും കംപ്ലീറ്റ് സാധനങ്ങളും അടക്കം ഫിറ്റ് ചെയ്ത് തരുന്നത് വരെ എത്ര പൈസയോ? ഇതിന് 41,900 ആണ് ഈ ഒരു ഡോറിന്റെ ഈ ഡോർ എന്ന് പറയുന്ന സമയത്ത് ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഈ ഒരു ഫ്രെയിം വരുന്ന പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഫിറ്റിംഗ് അടക്കം വീട്ടിലെത്തി നമുക്ക് കംപ്ലീറ്റ് ഫിറ്റിംഗ് അടക്കം ഒരു 41,900 ഇത് ചെയ്തു തരാൻ സാധിക്കും. ഇതിൽ തന്നെ 110 തന്നെ നമുക്ക് നോർമൽ ഹാൻഡിലുകൾ വരുന്നുണ്ട്. ഇതൊരു ബാർ ഹാൻഡിലാണ് വരുന്നത്. 110 നോർമൽ ഹാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 35-34 റേഞ്ചിലായിട്ട് തന്നെ മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് സാധനം നമ്മൾ തേക്കിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു മരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡബിൾ പൈസയും മതിയാവാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് 9 ഇഞ്ചാണ് ഇതിന്റെ ഫ്രെയിം തിക്നെസ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഫ്രെയിം തിക്നെസ് ഇതേപോലെ ചെയ്യാൻ തന്നെ നമുക്ക് വലിയൊരു എക്സ്പെൻസ് മരത്തിൽ വരും. മരം മോശമാണെന്നല്ല, മരത്തിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സ്റ്റീൽ ഡോറാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫുൾ ഫ്രെയിം ആയിട്ട് ഫ്രെയിം വരുന്നു, ഒരു ബാർ ഹാൻഡിൽ വരുന്നു, ഇതേപോലെ ഫുള്ളായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്നു. ഇത് ശരിക്കും ഏത് കളറാണെന്ന് പറയും ഇതിന്റെ പാറ്റേൺ? നമുക്ക് ഇത് വുഡൻ ടെക്സ്ചറുകളിലേക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഡോറാണ് HD77. ഏറ്റവും ബെസ്റ്റ് മൂവിംഗ് ഉള്ള ഒരു മോഡൽ കൂടിയാണ് HD77. നമുക്ക് വേറൊരു മോഡലിലേക്ക് പോവാം. ഇതിന്റെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്ന ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മോഡലിന്റെ പേരെന്താ? HD40 എന്ന പേരിലാണ് ഈ ഒരു മോഡൽ. HD40. ഓക്കെ, ഇത് ഇങ്ങനെ ഡബിൾ ഡോർ ആയിട്ടല്ലേ? ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വേരിയന്റ് ആണ് വരുന്നത്. ഇങ്ങനെ വരാം. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 90 സെന്റിമീറ്റർ മുതൽ ഇതിന് ഡോർ അവൈലബിൾ ആണ്. ഇതിൽ 120 തന്നെ നമുക്ക് മിഡിൽ ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇതിന്റെ ഫ്രെയിം ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഫ്ലാറ്റ് അല്ലാത്ത ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ലോക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ നോർമൽ കണ്ടുവരുന്ന ഒരു ലോക്ക് സിസ്റ്റം ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. അടിപ്പലക വരുന്നുണ്ട്, അത് പൗഡർ കോട്ടഡ് ആയിട്ടാണ്. എല്ലാ ഫ്രണ്ട് ഡോറിനും അടിപ്പലക വരുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രെയിം മാറ്റമുള്ള വേറൊരു മോഡൽ കാണിക്കാം. ഇത് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡോറാണ്. ഇതിന്റെ ഫ്രെയിം നോക്കുക, ഇതേപോലെ ഫോൾഡബിൾ ആയിട്ടാണ്. നേരത്തെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിം കണ്ടപ്പം ഇവിടെ കുറെ കൂടെ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. ഇതും ഫുൾ ഫ്രെയിം ആയിട്ട് വരുന്നല്ലേ? 9 ഇഞ്ച് വാള് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഫ്രെയിം വരിക. ഡോർ ഫുൾ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റിൽ തന്നെ ഒരു ഹൊറിസോണ്ടൽ ഗ്രൂസ് ഇങ്ങനെ വരുന്ന നല്ലൊരു മോഡേൺ സ്റ്റൈൽ വരുന്നു. 2 പുൾ ഹാൻഡിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് വരുന്നത് ഇങ്ങനെയാണ്. മൾട്ടിപ്പിൾ ലോക്കിംഗ് ഫംഗ്ഷൻസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് വൈറ്റ്, ബ്ലാക്ക് അങ്ങനെയുള്ള കളർ തീമുകളിലേക്ക് നല്ലോണം ഓപ്ഷൻസ്. ഇതേ ഡിസൈനിന്റെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഇതേ ഡിസൈനിൽ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. HD99 എന്നുള്ളൊരു മോഡൽ ഉണ്ട്. ഈ പുൾ ഹാൻഡിൽസ് ബ്ലാക്ക് കൊടുക്കാൻ പറ്റും. ബ്ലാക്കിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതെ, നല്ല ഭംഗിയുണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ വീട് ചെയ്യാൻ സാധിക്കും അല്ലെ? ആ ഭാഗത്തൊരു ഫുൾ ബ്ലാക്ക് കളർ ഡോർ കാണുന്നുണ്ടല്ലോ, അത് വേറെ മോഡലാണോ? ഇത് നമുക്ക് HD22 എന്നുള്ളൊരു മോഡലാണ്. HD22 322 ആണോ? അല്ല, 22. ഓക്കെ. ഇത് ഹവായി തന്നെ വരുന്ന മോഡലാണ്. യെസ്. ഓക്കെ, നേരത്തെ ഒറിജിനലാണെങ്കിൽ ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് ഇതിന്റെ ഗ്രൂസ് വരുന്നത്. ഫുൾ ഇതേപോലെ ചെറിയ ചെറിയ ഗ്രൂസ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാട്ടോ. അത് ഒരു മോഡേൺ ബ്ലാക്ക് കളർ തീം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുറെ കൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇത് കൂടെയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഫ്രെയിമാണ് ഇതിന് വരുന്നത്. ഫോൾഡബിൾ ഫ്രെയിം ആ വരിക. ഒരു ഔട്ടർ ഡോർ ആണ്. 90 സെന്റിമീറ്ററിൽ വരുന്ന ഒരു ഔട്ടർ ഡോർ ആണ്. ഇതിന്റെ ബെഡ്റൂം അതുപോലെ ഔട്ടർ ഡോറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ശരി, അതായത് ഇപ്പം ബെഡ്റൂമിൽ ഇതേ സീരീസിൽ വരുന്ന ബെഡ്റൂം ഡോർസ് നിങ്ങൾ 90 സെന്റിമീറ്ററിലും അതുപോലെ 100 സെന്റിമീറ്ററിലും ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഹൈറ്റ് പറയുകയാണെങ്കിൽ എത്ര ഹൈറ്റ്? നോർമലി നമ്മൾ എല്ലാ സ്റ്റീൽ ഡോറുകൾ വരുന്നത് 205 ആണ് ഉള്ളളവ് ഉണ്ടാവുക. ഔട്ടർ ടു ഔട്ടർ ഏകദേശം 210 സെന്റിമീറ്റർ ആണ്. 210 സെന്റിമീറ്ററിലാണ് കിട്ടുക. കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഹവായിൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. 240 വേണമെന്ന് പറയുകയാണെങ്കിൽ 240 വേണമെന്ന് പറയുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള ടൈം റിക്വയർമെന്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അതായത് ഇവർ പറയുന്ന സമയം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ വീട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസേഷനിലേക്ക് പോവാതെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ വേണമെങ്കിൽ, നമ്മളിപ്പം ഒരു വീട്ടിൽ പോയ സമയത്ത് കണ്ടിരുന്നു അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോറ ചെയ്ത്, അത് നിങ്ങളല്ലേ ചെയ്തു കൊടുത്തത് അല്ലേ? ഓമശ്ശേരിയുള്ള വീടാണ്, അതും ഇവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് ഹൈറ്റ് 220 ആയിരുന്നു. മാത്രമല്ല സൈസ് 150യുടെ അടുത്തായിരുന്നു. അത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? ചെയ്തിട്ടുള്ളതാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു നീറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വുഡൻ ടെക്സ്ചർ വരുന്ന ഒരു ഡോർ വരുന്നുണ്ട്. ഒരു പുൾ ഹാൻഡിൽ വരുന്നു. അതേപോലെ ഒരു നല്ലൊരു സിൽവർ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഒരു മാറ്റ് ഫിനിഷ് നോബ് വരുന്ന ഈ മോഡലിന്റെ പേരെന്ന് പറയാം. ഇത് SRK 50 എന്നുള്ള ഒരു മോഡലാണ്. ഇത് SRK 50. അപ്പോൾ സ്റ്റാർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 110 120 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓ, അത് ശരി. ഇത് ഒരു ഫ്രണ്ട് ഡോർ കാറ്റഗറിയിൽ വരുന്ന ഡോറാണ്. അത് സിംഗിൾ ലീഫിൽ തന്നെ മെയിൻ ഡോറുകൾ ചെയ്യണം താല്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവല്ലോ. മദർ ആൻഡ് സണ്ണോ അല്ലെങ്കിൽ മിഡിൽ ഓപ്പൺ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ ഡോർ വരും. ആ ഒരു പാറ്റേണിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള മോഡലാണ് ഇത് SRK 50.
ഇതിൽ ഇത് 110 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ 120 സിംഗിൾ ലീഫ് ലൈൻ ആണ് വരുന്നത്. 110ഉം 120 മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ അല്ലേ? ഒരാള് അയാളുടെ വീടിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഡോറിന് സ്പേസ് ബാക്കി വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും പ്ലാസ്റ്ററിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ഥലം ഈ ഡോർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്? നമുക്ക് കറക്റ്റ് ഇപ്പൊ ജസ്റ്റ് ഇത് കാണുക, ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും പ്രോപ്പർ ആയിട്ട് വോൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 108 സെന്റിമീറ്ററിലെ ഡോർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 109 110 സെന്റിമീറ്റർ ക്ലിയറൻസ് മതി പ്ലാസ്റ്ററിങ്ങിന് ശേഷം. അതായത് 2 സെന്റിമീറ്റർ ഡോറിന്റെ സൈസിനേക്കാളും എക്സ്ട്രാ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് സൈഡിൽ നമുക്ക് വോൾ ഉണ്ടാവുക എന്നുള്ളത് ഫിക്സിങ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തരും. അതായത് ഈ സാധനം നമ്മുടെ സൈറ്റിൽ ഡെലിവറി ഇവർ ചെയ്തു തരും, ഫിക്സിങ് ഇവർ ചെയ്തു തരും. ലോക്കോ ഹാൻഡിൽസോ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ മേടിക്കാനോ കാർപ്പൻട്രി വർക്കോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിക്സിങ് കഴിയും എന്നുള്ളതാണ്. എത്ര രൂപ മുതൽ സ്റ്റീലിൽ അവൈലബിൾ ആണ് ഇവിടെ? ഫ്രണ്ട് ഡോറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെ ഡിപ്പെൻസ് ഓൺ ഓരോ ഡോറുകളാണ്. അതിൽ നമുക്ക് കൂടുതലും എൻക്വയറി ഉണ്ടായാലും 110 മുതലാണ് ഫ്രണ്ട് ഡോറുകളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് എൻക്വയറി ഉള്ളത്. അതിനെന്ത് പ്രൈസ്? അത് നമുക്കൊരു 32,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 32,000 രൂപയ്ക്ക് അതിന്റെ ഫ്രെയിമും ഡോറും ലോക്കും ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കാം. അതെ അതെ റൈറ്റ്. നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം ഡോർസും ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെമി ലക്ഷറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. 150 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത്. അതും മദർ ആൻഡ് സൺ വേരിയന്റിലാണ് ഇത് വരുന്നത്. നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ അലുമിനിയം കാസ്റ്റഡ് ആയിട്ട് വരുന്ന ഡോറുകളുടെ ആ ഒരു പാറ്റേൺ ഇപ്പൊ സ്റ്റീൽ ഡോറിൽ വന്നല്ലേ? അതെ, സിങ്ക് മിക്സ് ചെയ്ത് കാസ്റ്റഡ് ആയിട്ട് ചെയ്ത് വരുന്നത് തന്നെയാണ്. ശരി. ഇതിന്റെ ഒരു റോയൽ ഫീൽ തരുന്നത് കാസ്റ്റിംഗ് ആ ഒരു പാറ്റേൺ, ആ ഒരു എംബോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സർഫസ് ഒക്കെ ഒരു പ്രത്യേക ഫീൽ തരുന്ന ഒരു ലക്ഷറി ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? GI തന്നെയാണ് ചെയ്തത്, പക്ഷേ ഒരു അലൂമിനിയം ഡോറിന്റെ ഫീൽ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കറക്റ്റ്. ഇതിന്റെ വേറെ മോഡലുകളൊക്കെ ഈ ഒരു ലക്ഷറി സെഗ്മെന്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണോ? ലക്ഷറി സെഗ്മെന്റിൽ ഒരുപാട് മോഡലുകൾ തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ നിലവിൽ നമുക്ക് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന പ്രകാരം വാട്സ്ആപ്പ് ത്രൂ ആണെങ്കിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കും. അല്ല, വാട്സ്ആപ്പ് അല്ല, നേരിട്ട് വന്നിട്ട് ഡോർ കാണാനുള്ള അവസരം ഉണ്ടോ? തീർച്ചയായിട്ടും നേരിട്ട് വന്നിട്ട് കാണുന്നത് നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് വന്നാൽ നമുക്ക് നേരിട്ട് ഈ ലക്ഷറി ഡോറുകൾ കാണാൻ സാധിക്കും. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ഇതിപ്പോ നോർമൽ ഒരു ഡോർ സൈസ് അല്ലല്ലോ, കുറച്ച് കസ്റ്റമൈസ്ഡ് സൈസ് അല്ലേ വരുന്നത്? അതെ, ഇത് 150 വരുന്നത്. 150 വരുന്നത്. സെമി ലക്ഷറിയിലാണ് വരുന്നത്. ലക്ഷറിയിലേക്ക് വരുമ്പോൾ ഇത് സെമി ലക്ഷറി ആണ്. ഇതിനേക്കാളും ഭംഗിയുള്ള ഡോറുകൾ അവൈലബിൾ ആണ്. അത് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ ആണ്. അതിന്റേതായിട്ടുള്ള ടൈം 3 months റിക്വയർമെന്റ് ഉണ്ടാവും. അതായത് അതിന്റെ നീളവും വീതിയും ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ വീട്ടിൽ ആ ഒരു ഡോർ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. യെസ്. നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന റൂം ഡോറിന്റെ ഡിസൈൻ ഈ പാറ്റേൺ ആട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതേപോലെ വെർട്ടിക്കലി ഗ്രൂസ് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു വന്നത്. അതിന്റെ ഫ്രണ്ട് ഡോർ ഡിസൈൻ ആണിത്. ഈ ഡോറിന്റെ ഒക്കെ ഒരു മോഡൽ നെയിം എന്താ? HD75 എന്നുള്ള മോഡലാണ് ഇത് വരുന്നത്. HD75. നേരത്തെ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് ഒരു മിഡിൽ ഓപ്പൺ ഓപ്ഷൻ ആണ് ഇത് വരുന്നത്. സെൻട്രൽ ഓപ്പൺ ചെയ്യാം അല്ലേ? ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. രണ്ട് സൈഡിലും SS ന്റെ ബാർ ഹാൻഡിൽ ആയിട്ട് വരുന്ന ഡോറാണ് ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെ ഓപ്പണിംഗ് വരുമ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഈ ഒരു ഡോറിൽ അഥവാ ഈ പോർഷനിലായിട്ട് തന്നെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഒരു സെക്കൻഡ് ഓപ്പണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഓപ്പണിംഗ് നമ്മൾ കൊടുക്കും. ശരി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വരുന്നത്. ഇതിന്റെ പാനൽ വരുന്നത്, ഇതിന്റെ ഫ്രെയിം വരുന്നത് ഇതേപോലെ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റാർക്കിൽ വരുന്ന ഡോറുകളാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ മുമ്പും ഈ ഒരു ഷോറൂം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അന്ന് നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഡിസൈനുകളൊക്കെ ഓൾമോസ്റ്റ് ആളുകളെ കാണിച്ചു. ഇപ്പോഴത്തെ വീഡിയോയിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോസ് ഡോർസ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ടാവും. നല്ല ഭംഗിയുള്ള അപ്ഡേഷൻസ് ഇപ്പോൾ ഹവായിലും സ്റ്റാർക്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെഡ്റൂം ഡോർ കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം, ഒരു ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കട്ടെ. ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം സെക്യൂരിറ്റി വേണം. ഈ ബെഡ്റൂമിന് ഇത്ര സെക്യൂരിറ്റി വേണമെന്നുള്ള ഒരു വിഷയം. പിന്നെ രണ്ടാമത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തെ അവർ ഈ റൂമിൽ കയറി ഡോറൊക്കെ വലിച്ചടച്ച് ലോക്കൊക്കെ ചെയ്ത് പിന്നീട് ഇത് ഓപ്പൺ ചെയ്യാൻ പിള്ളേർക്ക് പറ്റാതെ വരികയോ പിന്നെ പിള്ളേർ അതിനകത്ത് പെട്ടുപോകുന്നൊരവസ്ഥ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമ്മൾ നോർമൽ കേസിൽ മെയിൻ ഡോറുകൾക്കാണ് മൾട്ടിപ്പിൾ ലോക്കിംഗ് ഫംഗ്ഷൻസ് സ്റ്റീൽ ഡോറിൽ വരുന്നത്. ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഏറ്റവും ലോക്സ് ഒന്ന് കാണിക്കുമോ? ഈസി ടു യൂസ് ആയിട്ടുള്ള ലോക്സ് തന്നെയാണ് വരുന്നത്. നോർമൽ നമ്മൾ സാധാ മരത്തിന്റെ ഡോറിന് കൊടുക്കുന്ന രീതിയിലുള്ള ഇതിൽ ഇനിയിപ്പോ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ OS സ്റ്റോറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സർവീസ് എഞ്ചിനീയേഴ്സ് എല്ലാ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. വിത്തിൻ മിനിറ്റ്സിനോടോ അല്ലെങ്കിൽ ആ ഒരു അവേഴ്സിനോട് നമുക്ക് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം എല്ലാ ജില്ലകളിലും ഇതേപോലെ ഔട്ട്ലെറ്റുകളും സർവീസ് നെറ്റ്വർക്കുകളും ഒക്കെ അവൈലബിൾ ആണ്? തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ ഏകദേശം കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നമുക്ക് സ്റ്റോറുകൾ വരുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഓരോ സർവീസ് എഞ്ചിനീയേഴ്സും അവൈലബിൾ ആണ്. നോർമൽ ഒരു കേസിൽ ഒരു 48 അവേഴ്സിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിച്ചു കൊടുക്കാറുണ്ട്. സർവീസ് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വിങ് തന്നെ
ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ. എത്ര ഇപ്പോൾ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് മലയാളികൾ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ ആയിട്ട് ഒരുപാട് പേര് താമസിക്കുന്നു. അവിടെയൊക്കെ ഈ ഡോറുകൾ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ത്യയിൽ പാൻ ഇന്ത്യ ലെവലിൽ എവിടെയും നമുക്ക് ഡോറുകൾ എത്തിച്ചു കൊടുക്കാനും സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് സ്റ്റോറുകൾ അവൈലബിൾ ആണ് നിലവിൽ. ഒരുപാട് സ്റ്റീൽ ഡോർ മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഡോറിനും അതേപോലെ നമ്മൾ അടുക്കള ഭാഗത്ത് വരുന്ന എക്സിറ്റ് ഡോറിനും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ബാൽക്കണി ഡോറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ കണ്ടു. ഇനി ബെഡ്റൂം സെഗ്മെന്റിലേക്ക് യൂസ് ചെയ്യാൻ നമുക്ക് 2 തരം ഓപ്ഷൻസ് ആണ് ഇവരുടെ അടുത്തുള്ളത്. ഒന്ന് സ്റ്റീൽ ഡോർ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സ്റ്റീൽ ഡോർ ആകുന്ന സമയത്ത് നോർമൽ നമ്മുടെ ഡോറിനേക്കാളും അല്പം ഒരു എക്സ്പെൻസീവ് ആയിരിക്കും. നോർമൽ ബെഡ്റൂം ഡോറൊക്കെ സ്റ്റീലിൽ വരുമ്പോൾ എത്ര പ്രൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും? 20,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അടക്കമുള്ള പ്രൈസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ പറയാം. ഇവരുടെ കയ്യിൽ FRP റൂം ഡോർസ് ഉണ്ട്. FRP റൂം ഡോർസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് സംശയിക്കുന്നുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഈ സാധനം നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറായിട്ട് കൊടുക്കുന്ന കേട്ടോ. നമുക്ക് ബാത്റൂമിനും സെയിം പാറ്റേൺ കൊടുക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ ബെഡ്റൂം ഡോറും ബാത്റൂം ഡോറും സെയിം ആണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് മെറ്റീരിയലും അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാളിറ്റി ആണോ? മെറ്റീരിയൽ സെയിം ആണ്. മെറ്റീരിയൽ സെയിം ആണ്. പക്ഷേ ഇതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ റൂം ഡോർ ആകുമ്പോൾ കുറെ കൂടെ ഹാർഡ് ആയിരിക്കും അല്ലേ? ഇതിന്റെ ഫ്രെയിം ആണെങ്കിലും ഹാർഡ് ആയിരിക്കും, ഡോറിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഹാർഡ് ആയിരിക്കും. ഡോറിന്റെ തിക്നെസ് മാറ്റം വരുന്നുണ്ടോ? തിക്നെസ്സിൽ മാറ്റം വരും, ലീഫിന്റെ തിക്നെസ്സിൽ മാറ്റം വരും, അതുപോലെ ഫ്രെയിമിന്റെ തിക്നെസ്സിൽ മാറ്റം വരും. ഡോറിന്റെ കനം എത്ര വരും? നോർമൽ ബാത്റൂം ഡോറുകളാകുമ്പോൾ 28 mm ഉണ്ടാവുക. 22.8 സെന്റിമീറ്റർ. 2.8 സെന്റിമീറ്റർ ഉണ്ടാവുക. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 32-ലും 35-ലും നമുക്ക് ഇത് അവൈലബിൾ. 35 mm അല്ലേ? നോർമൽ 32-ലാണ് വരിക. ഇനി കുറച്ചും കൂടി ഒരു പ്രീമിയം വേരിയന്റിൽ വേണമെന്നുള്ളവർക്ക് 35-ൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവൈലബിൾ ആണ്. ഈ ഒരു ഡോറിനകത്തെ ഇപ്പൊ ഈ ഒരു ഫൈബർ മെറ്റീരിയൽ ആണല്ലോ, ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഫൈബറിന്റെ ലെയറുകൾ ഉണ്ടാവും. ഫൈബർ ലെയേഴ്സ് ഉണ്ടാവും. HFT സീരീസിലും HFT പ്രോ സീരീസിൽ HFT പ്ലസ് സീരീസിലാണ് വരുന്നത്. ഈ ഒരു 3 കാറ്റഗറി ആയിട്ടാണ് FRP ഡോറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, അതേപോലെ ഇതേപോലെ ഒരു ലോക്ക്. ഈ ലോക്കാണ് വരിക അല്ലെങ്കിൽ നോർമൽ മോർട്ടിസ് ലോക്കാണ് വരിക. സിലിണ്ടറിക്കൽ ലോക്കാണ് വരുന്നത്. അതിന്റെ പേര് ബാർ ഹാൻഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ശരിക്കും ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഫ്രെയിം കൂടെ തരില്ലേ? ഫ്രെയിം കൂടെ തരും. ഫിറ്റിംഗ് നമ്മൾ ചെയ്യും. അതായത് നമ്മളിപ്പോ ഫ്രെയിം ഒന്നിനും വെക്കണ്ട. നിങ്ങൾ ബാത്റൂമിന് ഫ്രെയിം വെക്കണ്ട, ഫ്രണ്ട് ഡോറിന് ഫ്രെയിം വെക്കണ്ട, റൂം ഡോറിന് ഫ്രെയിം വെക്കണ്ട, എല്ലാം കംപ്ലീറ്റ് ഫ്രെയിം അടക്കാണ് വരിക അല്ലേ? വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിലും അല്ലെങ്കിൽ മറ്റു ഡോറിന്റെ കാര്യത്തിലും ടെൻഷൻ ഇല്ല. ഹവായ് സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. FRP ഡോറിന് എന്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? FRP ബെഡ്റൂമിലേക്ക് വരുന്ന ഡോറുകൾക്ക് ഒരു 10,000 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാത്റൂമിലേക്ക് വരുന്ന ഡോറുകൾ 7,000 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 7,000 മുതൽ ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റാളേഷൻ ഒക്കെ അടക്കും. ഇൻസ്റ്റാളേഷൻ സൈറ്റിൽ നമ്മളവിടെ സൈറ്റിൽ വന്ന് മെഷർമെന്റ് എടുത്തിട്ട് ആ മെഷർമെന്റിന് അനുസരിച്ച് നമ്മൾ ഡിസൈനും അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി പ്രൊവൈഡ് ചെയ്യും. സ്റ്റീൽ വിൻഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ അവൈലബിൾ ആവട്ടോ. ഒന്നാമത്തെ രീതി ഇതാ ഇങ്ങനെ കിട്ടുക എന്നുള്ളതാണ് അല്ലേ? ഇത് ശരിക്കും കംപ്ലീറ്റഡ് ആയിട്ടില്ല ഇതിന്റെ പ്രൊസീജിയർ. ഇതില്ല, ഇതൊരു എപ്പോക്സി അടിച്ച് ചെയ്യുന്ന രീതിയിലുള്ള. ഈ എപ്പോക്സി അടിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരും. അപ്പൊ ഞങ്ങളുടെ പണിക്കാരെ കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. വീട് പണിയുന്ന ആൾക്കാരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. ഇതൊരു പ്ലാസ്റ്ററിംഗിന് മുന്നായിട്ടാണ് കൂടുതലായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് കല്ല് കെട്ടുന്ന സമയത്ത് തന്നെ ഇത് വെച്ച് പോകണം. കല്ല് കെട്ടുന്ന സമയത്ത് വെച്ച് പോവാം. അതുപോലെ സ്ട്രക്ചർ ആയതിനു ശേഷം ബിഫോർ പ്ലാസ്റ്ററിംഗ് നമ്മൾ ഇത് ചെയ്തു പോകാം. തേപ്പിന് മുമ്പെങ്കിലും ഈ ഒരു ഫോമിലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ചെയ്യണം. അതല്ല, ഇവർക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് പെയിന്റ് അടിച്ച് തരുന്ന ഒരു സെഗ്മെന്റ് കൂടെ ഉണ്ട് അല്ലേ? പൗഡർ കോട്ട് ചെയ്ത് തരും. അതാണ് നമ്മൾ ആ വൈറ്റ് കളറിൽ മുമ്പത്തെ വീട്ടിൽ കണ്ടിട്ടുള്ളത്. അവര് വന്നിട്ട് പെയിന്റ് അടിച്ചല്ല, ഇവരെ കൊണ്ട് തന്നെ പെയിന്റ് അടുപ്പിച്ച് മേടിച്ചിരിക്കുകയാണ്. കമ്പനി തന്നെ പെയിന്റ് അടിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് പെയിന്റിങ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ലേബേഴ്സിന്റെ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ഒഴിവാക്കി കൃത്യമായ പെയിന്റിങ്ങിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീടിന്റെ പ്ലാസ്റ്ററിങ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡോറ് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആ സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വീടിന്റെ ടൈല് പണിക്കാരോ അല്ലെങ്കിൽ ഇന്റീരിയറിന്റെ വർക്കേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് നമ്മളെ ഡോറിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൃത്യമായിട്ട് പറയണം. ബിക്കോസ് ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഡോറാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ പോളിഷ് ചെയ്യാനോ പെയിന്റ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഡോറാണ്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് കൊണ്ട് കുത്തിയിട്ട് ഇതിൽ സ്ക്രാച്ചസോ അല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് പോകുന്ന രീതിയിലോ ചെയ്യാതിരിക്കാൻ വേണ്ടി വർക്കേഴ്സിനോട് കൃത്യമായിട്ട് സംസാരിക്കണം. മാത്രമല്ല പെയിൻറ്റേഴ്സ് ആ ഫൈനൽ ടച്ച് പെയിൻറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ടേപ്പുകളോ മാസ്കിൻ ടേപ്പുകളോ അതേപോലെ പശ വരുന്ന, അതായത് ഇതിൻ്റെ മുകളിൽ ആ പശയുടെ കറയൊക്കെ ആവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഫ്രണ്ട് ഡോറിന് ആ ഒരു ഫ്രഷ്നെസ് നമ്മളുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസവും തുടർന്നുള്ള ദിവസമൊക്കെ നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ള ലേബേഴ്സ് അത് ശ്രദ്ധിക്കണം എന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മുടെ ബിൽഡർക്ക് കൊടുക്കണം. സ്റ്റീൽ ഡോറിൻ്റെ മുകളിൽ പ്രത്യേകം ഒരു കണ്ടനായിരിക്കണം എന്നുള്ളത് ലേബേഴ്സിനോട് കൃത്യമായിട്ട് പറയണം. ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ച് ആക്കുന്ന രീതിയിൽ അലക്ഷ്യമായിട്ട് നടക്കരുതെന്നുള്ളത് ആ കാര്യം ഒന്ന് ഹൗസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാൻ സാധിക്കുക? കോഴിക്കോടാണ് ഇത് നിലവിൽ ഉള്ളത്. കോഴിക്കോട് സ്ഥലത്തിന്റെ പേര് മാങ്കാവ്.
മാങ്കാവ് ഗോവിന്ദപുരം എന്ന് പറയും. ഗോവിന്ദപുരം നിയർ ലുലുമാളാണ് ഇപ്പം. ലുലുമാളിന്റെ പാർക്കിംഗ് ആണ് ഇവരുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്. സോ നമുക്കിപ്പോൾ ഇവർക്കൊരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്, അവിടെ അവരുടെ ബോർഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവരുടെ സ്വന്തം പാർക്കിങ്ങിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഷോറൂമിൽ വരികയാണെങ്കിൽ ഇവിടെ ഏകദേശം എത്രത്തോളം ഡോറുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്? ഡോർസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് ഞങ്ങളൊരു ഡോർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും? സ്റ്റോക്കുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സിനോട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. റൈറ്റ്. നിങ്ങൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള കമ്പനികളായിട്ടൊരു കോൺടാക്റ്റ് നേരത്തെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ഡോറിന് എത്ര ഗ്യാപ്പ് വിടണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഡോറിന്റെ ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോൾ ഞങ്ങൾ പറയാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര വിടുത്ത് വേണം, ഡോറിന്റെ കാര്യത്തിൽ പിന്നെ കസ്റ്റമറോ നമ്മളെ ക്ലയന്റുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തറ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിൽ പിന്നെ ആ ക്ലയന്റിന് ടെൻഷനേ ഇല്ല. റേറ്റ് എടുക്കും, ആ എല്ലാ പ്രശ്നങ്ങളും. നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് നോക്കൂ നമ്മളെ സൈറ്റിലേക്ക്. തീർച്ചയായിട്ടും. വൺസ് അവർ സ്റ്റോർ വിസിറ്റ് ചെയ്ത് മോഡലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് മെഷർമെന്റ് എടുത്തതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഫൈനൽ ചെയ്യുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കാനും ഇവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഇവരുടെ കോൺടാക്ട് നമ്പർ ആവശ്യം ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഈ ഷോറൂമിലേക്ക് വരേണ്ട ലൊക്കേഷൻസ്, ഇവരുടെ കംപ്ലീറ്റ് കസ്റ്റമർ കെയർ നമ്പേഴ്സ്, അതായത് ഇവരുടെ ഏത് ജില്ലയിലുള്ള ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിലുമുള്ള കസ്റ്റമർ കെയർ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കും. സ്റ്റീൽ ഡോറുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്റ്റീൽ മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയും ഇവർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ മോഡൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ